അതുപോലെ ശിവപ്രിയ കുട്ടിയുടെ കാര്യത്തിൽ മഹേശൻ തിരുമേനിക്കും ആദ്യം ആകാംക്ഷയുമൊക്കെ കാണില്ലേ? എന്റെ മോന്റെ കാര്യം പോലല്ലോ അവളുടെ കാര്യം. അത് ഏകദേശം തീർപ്പായ കാര്യമല്ലേ? കാര്യങ്ങൾ തീർപ്പാക്കുന്നത് നമ്മളാരും അല്ലല്ലോ മഹിമേ. അത് പരാശക്തിയുടെ നിശ്ചയമാണ്. ശിവപ്രിയ മോളുടെ ജീവൻ നിലനിർത്താൻ സ്വന്തം പ്രാണൻ പോലും ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരച്ഛനാണ് മഹേശൻ തിരുമേനി. മകന്റെ കാര്യത്തിൽ മഹിമയും അതുപോലെ ഒരു മനസ്സ് കാണിക്കണം. എന്നുവെച്ചാ സ്വാമി എന്താ പറഞ്ഞു വരുന്നത്? എന്റെ പ്രാണൻ കൊടുത്തെങ്കിലും മണിക്കുട്ടന്റെ ജീവൻ രക്ഷിക്കണമെന്നാണോ? ആ, പെറ്റമ്മമാര് അതിനും തയ്യാറായി കൂടാന്നില്ല. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. ഇനിയിപ്പോ മണിക്കുട്ടന് വേണ്ടി സ്വന്തം ഹൃദയം പോലും മഹിമയ്ക്ക് ദാനം ചെയ്യാലോ. അയ്യോ, എന്റെ ഹൃദയോ? അതിനും എന്റെ ഹൃദയം ഞാൻ എങ്ങനെ കൊടുക്കും? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഡോക്ടർമാര് പറയുന്നത് എന്തോ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ ഹൃദയമാണ് മാറ്റിവെക്കാൻ എടുക്കുന്നതെന്നല്ലേ? എനിക്കിപ്പോ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ സ്വാമി. കുഴപ്പമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. എന്തായാലും മഹിമ മനസ്സുരുകി മഹാദേവനോട് പ്രാർത്ഥിക്കൂ, മോന്റെ അസുഖം ഭേദമാകാൻ. പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ തിരുമേനി. കാശിന് കാശും ഹൃദയത്തിന് ഹൃദയം തന്നെ വേണ്ടേ? ഞാൻ ഇത് രണ്ടും എവിടെ പോയി ഒപ്പിക്കാനാ? മഹാദേവൻ എന്തെങ്കിലും വഴി കാണിക്കാതിരിക്കില്ല. മഹിമ സമാധാനത്തോടെ പോകൂ. ശരി സ്വാമി. അച്ഛാ, എന്തു പറ്റി അച്ഛാ? ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന പോലെ. ഏയ്, ഒന്നുമില്ല മോളെ. അത് വെറുതെ. രാവിലെ മുതല് അച്ഛൻ ഇങ്ങനെ തന്നെയാണല്ലോ. എന്താ വിഷമോന്ന് എന്നോട് പറയേ അച്ഛാ. എന്നെ കുറിച്ച് ഓർത്തിട്ടാണോ അതോ നാട്ടില് മണിച്ചേട്ടന്റെ കാര്യം ഓർത്തിട്ടാണോ? രണ്ടുപേരുടെയും കാര്യം ആലോചിക്കുമ്പോ അച്ഛനുള്ളിൽ സങ്കടമുണ്ട് മോളെ. ഇളയമ്മ പിന്നെ വിളിച്ചായിരുന്നോ അച്ഛാ? മണിച്ചേട്ടന്റെ കാര്യമെല്ലാം പറഞ്ഞോ? എന്റെ മോന് ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗം ഡോക്ടർ ഇപ്പൊ വന്ന് പറഞ്ഞിട്ട് പോയത്. എത്രയും പെട്ടെന്ന് അവന്റെ ഹൃദയം മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത്. തിരുമേനി വിഷമിക്കണ്ട. മുന്നിൽ എന്തെങ്കിലും ഒരു വഴി അമ്മ മൂകാംബിക കാണിച്ചു തരാതിരിക്കില്ല. ഈ കാര്യമൊന്നും തൽക്കാലം ശിവപ്രിയമോൾ അറിയണ്ട. കുഞ്ഞിന് അത് കൂടുതൽ വിഷമാവും. ഏയ്, പിന്നെ ഇളയമ്മ വിളിച്ചില്ല. നാട്ടിലൊന്ന് പോയിട്ട് വരണമെന്നുണ്ട്. വിദ്യാമ്മയോട് അതിനെപ്പറ്റി ഒന്ന് ചോദിക്കണം വിചാരിച്ചതാ, പക്ഷെ നടന്നില്ല. അതിനെന്താ, അച്ഛൻ അമ്പലത്തിൽ പോയി വിദ്യാമ്മയെ കണ്ട് സംസാരിക്കാലോ. അത് മാത്രമല്ല, മണിച്ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. മൂകാംബിക ദേവി മണിച്ചേട്ടന് ഒരു കുഴപ്പം വരുത്തില്ല. അച്ഛൻ പോയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ഏയ്, അത് വേണ്ട മോളെ. നിന്നെ തനിച്ചാക്കി അച്ഛൻ എങ്ങും പോകുന്നില്ല. എന്നാ നമുക്ക് രണ്ടുപേർക്കും കൂടി ദേവിയെ കണ്ട് തൊഴുത് വിദ്യാമ്മയെ കണ്ട് സംസാരിച്ചാലോ? വേണ്ട മോളെ. അന്നത്തെ പോലെ പുറത്തുപോയ മോളുടെ അസുഖം വല്ലതും കൂടിയാലോ? വിദ്യാമ്മ വരട്ടെ, എന്നിട്ട് അച്ഛൻ സംസാരിക്കാം. ആ, സന്ദീപങ്കൾ. മോളെ, സുഖാണോ? അങ്കിൾ എന്താ വന്നത്? ഞാൻ എന്റെ ശിവപ്രിയ മോളെ കാണാൻ. എന്താ, വന്നൂടെ? വരാലോ. അങ്കിൾ എപ്പോ വേണമെങ്കിലും എന്നെ കാണാൻ ഇവിടെ വരാം. അച്ഛാ, സന്ദീപങ്ങളുണ്ടല്ലോ ഇവിടെ. എന്നാ അച്ഛൻ ഇപ്പൊ തന്നെ അമ്പലത്തിൽ പോയിട്ട് വാ. അല്ല, സന്ദീപിന് പോകാൻ ധൃതിയുണ്ടോ? ഇല്ല. എന്താ തിരുമേനി? എനിക്ക് അത്യാവശ്യമായി വിദ്യാമ്മയെ കണ്ടൊന്ന് സംസാരിക്കണം. മാത്രമല്ല, അമ്പലത്തിലൊന്ന് തൊഴുകയും വേണം. ആ, അതിനെന്താ? തിരുമേനി സമാധാനമായിട്ട് പോയിട്ട് വാ. തിരുമേനി വരുന്നിടം വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്നാ പിന്നെ വൈകിക്കുന്നില്ല, ഞാൻ വേഗം വരാം. ആ, വാ, ചോദിക്കട്ടെ വിശേഷങ്ങള്. ഹൃദയം മാറ്റി വെക്കല്ലാതെ മണിക്കുട്ടന്റെ കാര്യത്തില്
മറ്റൊരു വഴിയില്ലെന്നാ ഡോക്ടർ പറയുന്നേ. ഞാൻ അന്വേഷിച്ചപ്പോ ഒരുപാട് പണച്ചെലവുള്ള കാര്യങ്ങളാ. ഒന്നും രണ്ടും അല്ല, ലക്ഷങ്ങൾ വേണ്ടിവരും. ഈ കാശ് ഞാൻ എവിടെ പോയി ഒപ്പിക്കും? ഇനി കാശ് ഒപ്പിച്ചാൽ തന്നെ മണിക്കുട്ടനുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഹൃദയം എവിടെ കിട്ടാനാ?